മതിയായ നഷ്ടപരിഹാരം ലഭിക്കാതെ കണ്ണൂർ പയ്യാമ്പലത്ത് തെരുവുനായയുടെ കടിയേറ്റ് മരിച്ച 5 വയസ്സുകാരൻ ഹാരിത്തിന്റെ മാതാപിതാക്കൾ. തമിഴ്നാട് സ്വദേശിയായ ഹാരിത്തിന് കഴിഞ്ഞ വർഷം ജൂണിൽ നായയുടെ കടിയേറ്റതിന് പിന്നാലെ കുത്തിവെപ്പ് നൽകിയിരുന്നുവെങ്കിലും ദിവസങ്ങൾക്കകം ജീവൻ നഷ്ടമായി. കോർപ്പറേഷൻ നൽകിയ സാമ്പത്തിക സഹായമല്ലാതെ മറ്റൊന്നും ലഭിച്ചിട്ടില്ലെന്ന് മാതാപിതാക്കൾ പറയുന്നു. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് മുൻപിൽ ഹാരിത്തിന്റെ കുടുംബം ഇന്നലെ ഹാജരായി. മേയർ നമ്മുടെ നാട്ടിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വന്നതാണ്. മരിച്ചിട്ട് അവിടെ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് മേയർ വരാൻ പറഞ്ഞു. വന്നിട്ട് 50,000 തന്നിട്ട് പോയിക്കാൻ പറഞ്ഞു. எல்லா வக்கீலும் எத்தனை வக்கீலுக்கு ஃபோன் பண்ணி யாரும் ஹெல்ப்பை செஞ்சுட்டுல. கண்ணூர் எல்லா வக்கீலுக்கும் ஃபோன் பண்ணோம், யாரும் இல்லை, முடியாது சொல்லிட்டாரு. இவர் மட்டும் எங்களை பார்த்துட்டு நான் ரெடி பண்ணி தரேன் வாங்க அப்படின்னு சொன்னார். இவர் நான் பார்த்துக்கிறேன் அப்படின்னு. அது யாரும் எந்த ஹெல்ப்பும் செஞ்சிട്ടില്ല. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു വേദനയിൽ ആ മാതാപിതാക്കൾ ഇപ്പോഴും കണ്ണീർ വാർക്കുന്നു. അവർക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായമൊക്കെ ലഭിക്കുമ്പോൾ എത്ര ആശ്വാസമായിരിക്കും. ആ നഷ്ടം നികത്താനാവില്ല, പക്ഷേ കൃത്യമായ നഷ്ടപരിഹാരം അവരിലേക്ക് എത്തേണ്ടതുണ്ടല്ലോ. ആ തുക എന്താണ്? കോർപ്പറേഷൻ മാത്രമാണോ നൽകിയത്? ഇതിപ്പോൾ അവർക്ക് ആരെ സമീപിക്കണം എന്നുള്ളതിലൊക്കെ ഒരു അറിവില്ലായ്മ ഉണ്ടായിരുന്നോ? മാത്രമല്ല ഇപ്പൊ നമ്മൾ നിലവിൽ ഈ ഒരു കമ്മീഷൻ പ്രവർത്തനം നിർത്തി എന്നുള്ളതൊക്കെ അറിയാൻ തന്നെ വളരെ വൈകുന്നു അല്ലേ? ഈ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് മുൻപിൽ അവർ ഇന്നലെ ഹാജരായി. എപ്പോഴായിരിക്കും അവർക്കൊരു സാമ്പത്തിക സഹായം ലഭിക്കുക? റോഷ്നി, നെഞ്ചുലയ്ക്കുന്ന ഉള്ളുലയ്ക്കുന്ന കാഴ്ചയാണ് ഈ മണിമാരൻ്റെയും ഒപ്പം തന്നെ ഈ ജാതിയുടെയും. നമ്മുടെ നാട്ടിൽ ജോലി തേടി തമിഴ്നാട്ടിൽ നിന്ന് എത്തിയവരാണ് അവർ. അവരുടെ ഏക മകനായ 5 വയസ്സുകാരൻ ഹാരിത്തിനെയാണ് കഴിഞ്ഞ വർഷം ജൂണിൽ അവർക്ക് നഷ്ടമാകുന്നത്. സ്വന്തം വീട്ടിന് മുന്നിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഹാരിത്ത്. അതിനിടയിലാണ് ഒരു തെരുവ് നായ പാഞ്ഞെടുക്കുന്നതും ഹാരിത്തിന്റെ മുഖത്ത് കടിച്ച് പരിക്കേൽപ്പിക്കുന്നതും. മതിയായ കുത്തിവയ്പ്പുകളൊക്കെ നൽകിയിരുന്നു. പക്ഷേ 13 ദിവസത്തിനുള്ളിൽ, അതായത് കൃത്യം 13-ാം നാൾ ഹാരിത്തിന്റെ ജീവൻ നഷ്ടമായി. അതിനു പിന്നാലെ ആരംഭിച്ചതാണ് ഹാരിത്തിന്റെ മാതാപിതാക്കളുടെ ഈ അലച്ചിൽ. കാരണം ആദ്യഘട്ടത്തിൽ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഒരു 50,000 രൂപയുടെ നഷ്ടപരിഹാരം ലഭിച്ചിരുന്നു. അതൊഴിച്ചു നിർത്തിയാൽ മറ്റൊരു നഷ്ടപരിഹാരവും അല്ലെങ്കിൽ സാമ്പത്തിക സഹായവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി നമ്മളെ വിശ്വസിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിയവരാണ് അവർ. അവരുടെ ജോലി എടുക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ തുടരുന്നതിനിടയിലാണ് അവരുടെ മകന് 5 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ഇങ്ങനെ കടിയേൽക്കുന്നതും അവൻ മരണത്തിന് കീഴടങ്ങുന്നതും. പിന്നീട് തീർച്ചയായും സാമ്പത്തികമായ സഹായവും ചേർത്തു നിർത്തലും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. കോർപ്പറേഷൻ 50,000 രൂപ നൽകിയിരുന്നു. പക്ഷേ മറ്റൊരു തരത്തിലുള്ള സഹായവും ഇതുവരെ ഹാരിത്തിന്റെ കുടുംബത്തിന് ലഭിക്കുകയും ചെയ്തിട്ടില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിരിജഗൻ കമ്മിറ്റിയുടെ പ്രവർത്തനം അവസാനിക്കുമ്പോൾ നിങ്ങൾക്കായി ആളുകൾ എത്തേണ്ടത് ഈ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മുൻപിലേക്കാണ്. അവിടെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കപ്പെടുന്നത്. ഇന്നലെ ഹാരിത്തിന്റെ കുടുംബം, മാതാപിതാക്കൾ ഈ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മുൻപാകെ എത്തിയിരുന്നു. നിലവിൽ ആ കേസ് പരിഗണിക്കുകയും തൊട്ടടുത്ത ദിവസത്തേക്ക് ഇതിൽ 8ഓളം കേസുകൾ തീർപ്പ് കൽപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായി കഴിയുന്നത്. മറ്റനേകം കേസുകളും അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഇത്തരം കേസുകൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ മുൻപാകെ എത്തുമ്പോൾ അതിന് കൃത്യമായ നടപടി, അവർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇവർക്ക് നേരത്തെ റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ടതിന് ഒരിക്കലും ഒരു പരിഹാരമാവുകയില്ല. പക്ഷേ അവരെ സാമ്പത്തികമായെങ്കിലും അവരെ ചേർത്ത് നിർത്തേണ്ട ബാധ്യത അത് ഇവിടെയുള്ള അധികൃതർക്കുണ്ട്, ഇവിടെയുള്ള സിസ്റ്റത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും റോഷ്നി. അഭിജിത്ത് മുഴക്കുന്ന് പറഞ്ഞതുപോലെ അനന്തമായി നീളേണ്ട ഒരു കാര്യമല്ല ഈ കുടുംബത്തിനുള്ള സാമ്പത്തിക സഹായം. അത്രയേറെ വേദന അവർ അനുഭവിക്കുന്നുണ്ട്. അതിന് ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്രയം അവർക്ക് ലഭിക്കേണ്ടത്